നമസ്കാരം സുഹൃത്തുക്കളെ. ഞാൻ ആക്ച്വലി ഇന്നലെ ഇട്ട പെരുമ്പാമ്പിൻ്റെ വീഡിയോയുടെ ഒരു അപ്ഡേറ്റ് തരാനാണ് വന്നിരിക്കുന്നത്. ഇന്നലെ ഞാൻ ഇട്ടിരുന്നു, എൻ്റെ വീട്ടിൻ്റെ തൊട്ട മുന്നിൽ പെരുമ്പാമ്പിനെ കണ്ടു. നമ്മളത് ആളെ വിളിക്കുമ്പോഴത്തേക്ക് പുള്ളി അത് എങ്ങോട്ടോ സ്പീഡിലങ്ങ് നീങ്ങിപ്പോയി, അപ്പുറത്തെ പറമ്പിലേക്ക് പോയി എന്നുള്ളത് ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ സ്വാഭാവികമായിട്ട് വീട്ടിലേക്ക് വന്ന് ഞങ്ങൾ കിടന്നുറങ്ങി. ഒരു മണിയൊക്കെ ആയ സമയത്ത് എൻ്റെ നായ്ക്കുട്ടി ഭയങ്കരമായിട്ട് കുരയ്ക്കുന്നു. അപ്പോൾ എന്താണെന്ന് മനസ്സിലാകാത്തതുകൊണ്ട് ഞാൻ താഴെ വന്നു. എനിക്കിപ്പോൾ ഓൾറെഡി ഊഹം തോന്നിയിരുന്നു. കാരണം വെച്ചാൽ നായ ഇങ്ങനെ കുരയ്ക്കുമ്പോൾ പറമ്പിലേക്ക് നോക്കിയിട്ടാണ് കുരയ്ക്കുന്നത്. അപ്പോൾ ഈ പെരുമ്പാമ്പിനെ അവിടെ കണ്ട സ്ഥിതിക്ക് സംതിങ് എന്തോ ഒന്ന് എവിടെയോ ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നി. അപ്പം ഞാൻ പറമ്പിൽ ടോർച്ച് അടിച്ച് നോക്കിയപ്പോൾ വളരെ ഒരു വിചിത്രമായൊരു കാഴ്ചയാണ് കണ്ടത്. അവിടെ പറമ്പിലിട്ടിരിക്കുന്ന ഒരു വലയിൽ കുടുങ്ങി പെരുമ്പാമ്പ് ആ വലയിൽ കുടുങ്ങി കിടക്കുന്നു. വലയുടെ അതിൻ്റെ ബോഡിയിൽ ആ നെറ്റ് പിണഞ്ഞ് കിടക്കുന്നു. അപ്പോൾ അതിന് നീങ്ങാൻ പറ്റായിട്ട് അതൊന്നും അവിടെ നിന്ന് പിടച്ച് കളിക്കുന്ന ഇങ്ങനെ ഇളകി കളിക്കുന്ന ഇളക്കം കണ്ടപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. മറ്റേ ഒരു കാടുമാരത്തെ പ്രദേശമാണ്, പെട്ടെന്ന് അങ്ങോട്ട് നമ്മൾ നോക്കില്ല. ആ ഇളക്കം കണ്ടപ്പോൾ ഞാൻ നോക്കിയപ്പം നെറ്റ് അതിൻ്റെ ബോഡിയിൽ കുടുങ്ങി കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, നമ്മളിവിടെ കൊക്കയുണ്ട്, ഇത് പറിക്കുന്ന കറിവേപ്പിലേക്ക് പറിക്കുന്ന അതിൻ്റെ തെമ്പത്ത് ചെറിയൊരു അരിവാളാണ്. അപ്പം ഞാൻ എന്ത് ചെയ്ത് ആ കൊക്ക എടുത്തിട്ട് ആ നെറ്റ് കംപ്ലീറ്റ് കീറാനുള്ള ഏറിയ ശ്രമവും നടത്തി. കുറേ നെറ്റ് ഞാൻ കീറി വലിച്ച് ഞാൻ ഒഴിവാക്കി. എന്നാലും ഒരു പീസ് നെറ്റ് അതിൻ്റെ ദേഹത്ത് വളരെ സ്റ്റേണായിട്ട് സ്റ്റിഫായിട്ട് കുടുങ്ങി കിടക്കുന്നുണ്ട്. അതോടുകൂടി ആ മെയിൻ നെറ്റൊക്കെ പോയ സ്ഥിതിക്ക് അത് ചാടി ഇങ്ങോട്ട് എൻ്റെ മുറ്റത്തിൻ്റെ ഭാഗത്തേക്ക് വന്നു. ഞാനും ബാക്കോട്ടൊന്ന് ചാടി, ചട്ടിയൊക്കെ പൊട്ടി അതവിടെ കെട്ടെ. അപ്പോൾ എന്നിരുന്നാലും അത് അവിടുന്ന് ചാടി വന്ന് ഒരു മൂലക്കിലേക്ക് സ്പീഡിൽ അങ്ങോട്ട് പോയി. അങ്ങനെ ആ സ്പീഡ് പോയ സമയത്ത് അതിൻ്റെ മുകളിൽ ഓൾറെഡി ഒരു കഷ്ണം നെറ്റും കൂടി കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ അരിവാൾ കൊണ്ട് അതൊരു ചട്ടിയുടെ ഇടയ്ക്ക് ഇങ്ങനെ ലോക്കായി കിടക്കുന്നമാതിരി അവിടെ കിടക്കുക. അപ്പം ഞാൻ ആ അരിവാൾ കൊണ്ട് ആ ദേഹത്തുള്ള നെറ്റ് ഇങ്ങനെ പിടിച്ച് ഞാൻ ആദ്യം വിചാരിച്ചു പിടിച്ച് വലിച്ച് പൊട്ടിക്കാന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ പിടിച്ച് വലിക്കുമ്പോൾ അതങ്ങോട്ട് പൊട്ടുന്നില്ല. അപ്പം ഞാൻ അതിനെ ഒരു ഗ്രിപ്പായിട്ട് അതവിടെ നിൽക്കട്ടെ എന്ന് വെച്ചു. അങ്ങനെ ഞാൻ അതുകൊണ്ട് ഇങ്ങനെ വലിക്കുമ്പം അത് കുറച്ച് പാമ്പ് ഒന്നായിട്ട് അനങ്ങുന്നുണ്ട്, പക്ഷെ നെറ്റ് പൊട്ടുന്നില്ല. അപ്പം ഞാൻ വളരെ കെയർഫുള്ളായിട്ട് പതുക്കെ വലിച്ച് അതിനെ അവിടെ നിർത്തി. ഞാൻ കുറേ നേരം ടൈം പോയിട്ടോ. ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ ഒറ്റക്കാണ്, ആരുമില്ല. രാത്രി 1 മണി 1:30 ആയിട്ടുണ്ട് സമയം. ആരെയും വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു അത് അനങ്ങാത്തൊരു സിറ്റുവേഷൻ, ആ നെറ്റ് അതിൻ്റെ മുകളിൽ അത്രയും ടൈറ്റായിട്ടാണ് തോന്നുന്നു, അത് ഒരു അനങ്ങാതെ കിടക്കുന്നതായിട്ടൊരു സിറ്റുവേഷൻ. എനിക്കാണെങ്കിൽ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ എന്ത് ചെയ്തു, എന്തായാലും ഇനി രാവിലെ കാണാമെന്ന് വെച്ചാൽ ആ ഒരു ഗ്രിപ്പ്, ആ ഒരു അക്കി ഉണ്ടല്ലോ, അതവിടെ കുളത്തിൽ തന്നെ ഞാൻ അവിടെ വെച്ചു. എന്നിട്ട് ഞാൻ പോയിട്ട് മനസ്സോടെ എനിക്ക് ഒരു മനസ്സമാധാനം ഇല്ല. അതിനൊന്ന് ചാക്കിലാക്കി എന്തെങ്കിലും ഒന്ന് ചെയ്യായിട്ട് എനിക്ക് യാതൊരു സമാധാനവും ഇല്ല. പക്ഷെ ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാൻ പോയി കിടന്നു. എന്തോ ഭാഗ്യത്തിന് എനിക്ക് ഉറക്കം കിട്ടി. ഞെട്ടി നീച്ച സമയത്ത് 4:45 ഞാൻ ടോർച്ചടിച്ച് നോക്കി. അത് മൊത്തമായിട്ട് ആ അത് കുടുങ്ങിക്കിടക്കുന്ന ഭാഗത്ത് നിന്ന് പുറത്തേക്ക് വന്നിട്ട് അതിങ്ങനെ ചുറ്റി പിണഞ്ഞ് കിടക്കുന്നുണ്ട് അവിടെ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും എന്തെങ്കിലും തീരുമാനമാക്കാമെന്ന് വിചാരിച്ചു. ഒന്നും മിണ്ടാതെ ഇറങ്ങി ഞാനൊരു ചാക്കെടുത്ത് ഞാൻ കുറേ ആലോചിച്ചിട്ടോ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചു. കുറേ ആലോചിച്ചപ്പോഴാണ് ഈ ഒരു ബുദ്ധി തോന്നി. അക്കിപ്പോഴും അതിൻ്റെ മുകളിൽ കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു വലിയ ചാക്കെടുത്ത് ചാക്കിൻ്റെ അടിയിൽ ഒരു ഓട്ട തുളച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, അക്കിയുടെ ആ നീളമുള്ള കൊക്കയാണ്, ആ കൊക്കയുടെ കുഴലാണ് കേട്ടോ അത് ആ ചാക്കിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് ചാക്കിന് ചെറിയൊരു ഓട്ട തുളച്ചിട്ട് അതിൽ കൂടെ ആ കൊക്ക വലിച്ചിട്ട് എന്ത് ചെയ്ത് ചാക്ക് ഉള്ളിൽ കൂടെ ഈ കൊക്കയുടെ മുകളിൽ കൂടെ ചാക്ക് കയറ്റി. എന്നിട്ട് ഞാൻ മെല്ലെ ഈ കൊക്ക വലിക്കാൻ തുടങ്ങിയോ പാമ്പ് മെല്ലെ ഈ എന്താ പറയുക, ഈ ചാക്കിൻ്റെ അരഭാഗം കയറി, ബാക്കി കയറുന്നില്ല. അപ്പോഴത്തേക്ക് അത് അനങ്ങാൻ തുടങ്ങി. അപ്പം അത് കയറുന്നില്ല, തല പുറത്താണല്ലോ ഉള്ളത്, അതുകൊണ്ട് ഇത് അനങ്ങാൻ തുടങ്ങി, അത് അങ്ങോട്ട് കയറുന്നില്ല. അപ്പം ഞാൻ നോക്കുമ്പോൾ പാമ്പിന് അത്രയൊരു ശൗര്യമില്ല, ഒരു ഉഷാർ എനിക്ക് തോന്നി. നെറ്റ് കുടുങ്ങി കിടക്കുന്ന ആയിട്ട് എക്സോസ്റ്റഡ് ആയിട്ടുണ്ടാവണം. അപ്പം എനിക്ക് തോന്നി ഇത് വലിയൊരു ശൗര്യം കാട്ടാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, തല കൈക്കോട്ടിൻ്റെ റോഡ് വെച്ച് ചവിട്ടി ഞാൻ പിടിച്ചപ്പം ഒരു കുഴപ്പമില്ല. അങ്ങനെ പിടിച്ച് ഞാൻ അതിൻ്റെ മുകളിലുള്ള കത്രിക ഉപയോഗിച്ച് ഞാൻ അതിൻ്റെ മുകളിലുള്ള നെറ്റ് കട്ട് ചെയ്ത് കൊടുത്തു. ഒരു വിധത്തിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെ എന്താ പറയുക, ആ പൊലച്ച സമയത്ത് അതിനെ ചാക്കിലാക്കി. എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് മാത്രം എന്നോട് ചോദിക്കരുത്. അപ്പം എന്തോ ഒരു ആക്കണം എന്നുള്ള ഒരു ഇതുകൊണ്ട് ഞാനത് മെനക്കെട്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ അതിനെ ചാക്കിലാക്കി. എനിക്ക് തന്നെ ഇപ്പോഴും അതിശയം വിട്ടുമാറിയിട്ടില്ല ഞാൻ എങ്ങനെ ഇത് ചെയ്തു എന്നുള്ളത്. മേ ബി ആ പാമ്പ് കുറച്ച് എക്സോസ്റ്റഡ് ആയിട്ട് അതിന് അത്ര അതിന് എനിക്കിപ്പോൾ തന്നെ ഒച്ച ഇടറുന്നുണ്ട് കേട്ടോ. ഞാനിതിപ്പോൾ പിടിച്ചു വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അതിനെ കുറച്ചൊരു ക്ഷീണിച്ചു പോയി. അതുകൊണ്ടായിരിക്കും അത് കൂടുതലൊന്നും അനങ്ങാഞ്ഞത്. മറ്റെനിക്കുള്ള അതിനുള്ള ധൈര്യം ഇല്ല. ഇത് അങ്ങനെ കിടന്നതുകൊണ്ടും ആ ഒരു സിറ്റുവേഷൻ കൊണ്ടും ഞാൻ ഒറ്റയ്ക്ക് അതിനെ ചാക്കിലാക്കി ഇത് കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി വനശ്രീയിലേക്ക് എവിടെയെങ്കിലും കൊടുത്തു വിടണം. ഇത് വല്ലാത്തൊരു രാത്രിയായിരുന്നു ഇന്നലെ. ഇങ്ങനത്തെ ഒരു രാത്രി എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ ഒറ്റയ്ക്ക് ഏട്ടന്മാരെ വിളിച്ചാൽ മതിയായിരുന്നു, പക്ഷേ ഞാൻ ആരെയും വിളിച്ചില്ല. ആ സമയത്ത് വെറുതെ അവരെ ഉറക്കം കെടുത്തണ്ട, എന്തുണ്ടെങ്കിലും രാവിലെ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇരുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് തന്നെ അതിനെ
കീഴ്പ്പെടുത്തി ചാക്കിലാക്കിയിട്ടുണ്ട്. അതിന് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ബാക്കി ഇനി വനശ്രീക്കാരോ ആരാ എന്താ വെച്ചാൽ അവർ ചെയ്തോട്ടെ. ഓക്കെ, അപ്പോൾ ഈ ഒരു വിശേഷം നിങ്ങൾ അപ്ഡേറ്റ് പറയാനാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ കാണാം അടുത്ത വീഡിയോയിൽ. താങ്ക് യു വെരി മച്ച്. ബൈ.